കേരള കോൺഗ്രസ് എമ്മിന്റെ നിർണായക സ്റ്റിയറിംഗ് കമ്മിറ്റി അവിടെ പ്രതീക്ഷയോടെ ഈ പറയുന്ന വെള്ളിപ്പുല്ല് പൊട്ടിപ്പുറപ്പെടുമോ എന്നൊക്കെ നമുക്ക് നോക്കിക്കാണണം. ഇന്ന് കോട്ടയത്ത് ചേരുകയാണ്. അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് വിലയിരുത്താൻ വേണ്ടിയാണ് യോഗം ചേരുന്നതെങ്കിലും മുന്നണി മാറ്റ വിവാദങ്ങളും ചർച്ചയാകും. നേതാക്കൾക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായമുണ്ടായെങ്കിലും ഒറ്റക്കെട്ടായി നിൽക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് ജോസ് കെ മാണിക്ക് ആശ്വാസമാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ യോഗവും ഇന്ന് ചേരുന്നുണ്ട്. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ ചേർന്നു. ടോബി, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ ഏറ്റവും ഒടുവിൽ ആരുടെയാണ് നമ്മുടെ ജോസ് കെ മാണി മാധ്യമങ്ങളോട് നമ്മളൊന്ന് സംസാരിച്ചായിരുന്നു. മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴും അദ്ദേഹം ഒരു തർക്കമുള്ള കാര്യം തുറന്ന് സമ്മതിക്കുന്നുണ്ട്. വേണേ അദ്ദേഹത്തിന് മറച്ചു വെക്കായിരുന്നു. അപ്പോൾ ആ തർക്കം അടക്കമുള്ള കാര്യങ്ങൾ ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലേക്ക് വരും എന്ന് കരുതാവോ? ആ തർക്കം ഒരു ബലാബല പരീക്ഷത്തിലേക്ക് സ്റ്റിയറിംഗ് കമ്മിറ്റി പോവോ ടോബി? ഗുഡ് മോർണിംഗ് ഹാഷ്മി ക്രിസ്റ്റീന. എന്തായാലും ഒന്നും പറയാൻ സാധിക്കാത്തൊരു അവസ്ഥയെന്ന് വേണമെങ്കിൽ നമുക്കിപ്പോൾ പറയാൻ സാധിക്കും. പക്ഷേ ഇപ്പോഴും UDF നേതാക്കൾ വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ് പല പ്രതികരണങ്ങളും. KPCC പ്രസിഡന്റ് പ്രതികരണം കണ്ടു, തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ പ്രതികരണം കണ്ടു. അവരൊക്കെ ഇപ്പോഴും വാതിൽ തുറന്നിട്ടിരിക്കുകയാണ് കേരള കോൺഗ്രസിന് വേണ്ടി. അതിനുള്ളൊരു കാരണം LDF വിട്ട് പോകില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞ ആ ഒരു വാർത്താ സമ്മേളനത്തിൽ പോലും ജോസ് കെ മാണി ചില ചോദ്യചിഹ്നങ്ങൾ ബാക്കിയാക്കുന്നുണ്ട്. അതാണ് അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേരള കോൺഗ്രസ് എവിടെയായിരിക്കുമോ അവിടെയായിരിക്കും ഭരണം എന്നുള്ള ഒരു വാക്ക്. അതോടൊപ്പം തന്നെ മുന്നണിക്കുള്ളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടെന്ന് ജോസ് കെ മാണി തുറന്ന് സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോഴും UDFന് പ്രതീക്ഷ നൽകുന്നത്. ഒരു ചർച്ചയ്ക്കൊന്നും UDF നേതാക്കൾ ഇപ്പോൾ തയ്യാറായിട്ടില്ലെന്ന് പറയുന്നുവെങ്കിലും അവിടെ നിന്ന് LDF വിട്ട് പുറത്തേക്ക് വരികയാണെങ്കിൽ അവരെ സ്വീകരിക്കാൻ തയ്യാറായി തന്നെ UDF നേതാക്കൾ നിൽക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് ഈ ജനപ്രതിനിധികളായിട്ട് ജയിച്ചു വന്ന കേരള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട MLA-മാരും മന്ത്രിയുമൊക്കെ സ്വീകരിച്ച നിലപാടിനെ ചൊല്ലിയുള്ള വലിയ വിവാദമായിരുന്നു. അതായിരുന്നു അവർ രണ്ട് തട്ടിൽ നിന്നുള്ള ഒരു വാദപ്രതിവാദം നടന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വന്നത്. എന്തായാലും ആ കാര്യത്തിൽ ജോസ് കെ മാണിക്ക് ആശ്വസിക്കാം. ഈ 5 പേരുടെയും നിലപാട് ഒന്നാണെന്ന് വരുത്തി തീർക്കാനുള്ള, അല്ലെങ്കിൽ ആ കാര്യമായിട്ടുള്ള വിഭാഗീയതയിലേക്ക് ഇവരെ വിടാതിരിക്കാൻ, MLA-മാരെ വിടാതിരിക്കാനുള്ള ഒരു ശ്രമം ജോസ് കെ മാണിയുടെ ഭാഗത്തു നിന്നും ഇടപെടലുണ്ടായി. കൃത്യമായി ആ നേതാക്കളെല്ലാം വിളിച്ച് സംസാരിക്കുകയും പാർട്ടി പിളരരുത്, എന്ത് തീരുമാനമെടുത്താലും ഒറ്റക്കെട്ടായി തീരുമാനിക്കണം, ഇപ്പോൾ ഒരു തീരുമാനമെടുക്കേണ്ട ആവശ്യമില്ല, സമയം വരുമ്പോൾ എടുക്കാമെന്നുള്ള രീതിയിൽ സംസാരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും പാർലമെന്ററി പാർട്ടിയിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഒതുക്കി തീർക്കാൻ ജോസ് കെ മാണിക്ക് സാധിച്ചു. എന്നാൽ അങ്ങനെയല്ല കാര്യങ്ങൾ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലേക്ക് വരുമ്പോൾ മറ്റ് പല നേതാക്കളും ആ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലുണ്ട്. നേരത്തെ മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട കാര്യമായി വന്നത്, സഭാ നേതൃത്വം സംസാരിച്ചത് താഴെത്തട്ടിലുള്ള നേതാക്കളുമായിട്ടാണെന്നാണ് ജോസ് കെ മാണി തന്നെ പറഞ്ഞത്. ഈ സഭാ നേതൃത്വം നേരിട്ട് ഇടപഴകുന്ന നേതാക്കളടക്കം ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഇപ്പോഴും ഈ 5 വർഷം കഴിഞ്ഞിട്ടും UDF മനോഭാവമുള്ള, അല്ലെങ്കിൽ UDFനൊപ്പം ചേർന്ന് നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന നിരവധി നേതാക്കൾ ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയിലുണ്ട്. അവരൊക്കെ ഒറ്റക്കെട്ടായി നിന്ന് ഈ UDFിലേക്ക് പോകണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചാൽ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യാൻ ജോസ് കെ മാണിക്ക് സാധിക്കുമെന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. അല്ലെങ്കിൽ റോഷി അഗസ്റ്റിൻ ഉള്ളവർക്ക് LDFിൽ നിൽക്കണമെന്ന വാദം ഉന്നയിക്കുമ്പോൾ അതിനെ എങ്ങനെ, ഈ രണ്ട് വാദങ്ങളെയും എങ്ങനെ പ്രശ്നങ്ങളില്ലാതെ പരിഹരിക്കാൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് പ്രധാനമായും ഉയർന്ന ചോദ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ കണ്ടതാണ് മുഖ്യമന്ത്രിയുടെ നിലപാടിനെയും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ നിലപാടുകളെയും ഒക്കെ വിമർശിക്കുന്ന തരത്തിലേക്ക് ചാഴിക്കാടനടക്കമുള്ളവർ രംഗത്ത് വരുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ സമാനമായ രീതിയിലുള്ള പ്രതികരണങ്ങൾ ഈ തദ്ദേശം കഴിഞ്ഞപ്പോൾ തദ്ദേശത്തിൽ വലിയൊരു തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ UDFിലേക്ക് പോകണമെന്നുള്ള ഒരു ആവശ്യം അതിൽ ഉയരുമോ, ഒപ്പം തന്നെ സർക്കാരിനെതിരെയുള്ള വിമർശനങ്ങൾ അടക്കം ഉയർന്നു വരുമോ എന്നുള്ള ചോദ്യമാണ് നമുക്ക് മുന്നിലുള്ളത്. എന്തായാലും നിർണായകമാണ് ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ ഭൂരിഭാഗവും UDFിനൊപ്പം പോകാൻ നിൽക്കുമോ എന്നുള്ളതാണ് ചോദ്യം. അങ്ങനെ വന്നാൽ അതൊരു വലിയ പ്രതിസന്ധിയായി മാറും. നിലവിലെ സാഹചര്യങ്ങൾ, നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം ഇന്നലെ രാത്രിയിൽ തന്നെ പല നേതാക്കളുമായി ജോസ് കെ മാണി തന്നെ നേരിട്ട് സംസാരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാര്യമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിക്കാതെ, പ്രശ്നങ്ങളില്ല, കേരള കോൺഗ്രസ് ഒറ്റക്കെട്ടാണെന്നുള്ള ഒരു നിലപാട് പറയാൻ തക്കതായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് സ്റ്റിയറിംഗ് കമ്മിറ്റി എത്തണമെന്നൊരു ആവശ്യത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാനാണ് ജോസ് കെ മാണി ഇതിനോടകം തന്നെ തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും വൈകുന്നേരം ജോസഫ് വിഭാഗത്തിന്റെ ഒരു കൺവെൻഷൻ കൂടി ചേരുന്നുണ്ട്. അതും നിർണായകമാണ്. ഈ ജോസ് കെ മാണി വരുന്നതിനെ അവരെങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ള നിലപാട് നേരത്തെ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഇന്നലെ UDF നേതാക്കൾ പറഞ്ഞതിനോട്, കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞതിനോട് അവർ അനുകൂല നിലപാട് സ്വീകരിക്കുമോ എന്നും വൈകുന്നേരം അറിയാം. ഹാഷ്മി കൃഷ്ണ. ഓക്കെ, താങ്ക് യു ടോബി. അപ്പൊ ഇവിടെ ജയൻ നായർ പറയുകയാണ്, ഇപ്പോൾ ചില നേതാക്കൾ പാടുന്ന പാട്ട് തിരികെ നീ വരുമെന്ന വാർത്ത കേൾക്കാൻ എന്ന് പറയണം. അപ്പൊ UDFിലേക്ക് ബാക്ക് ടു ജോസ് കെ മാണി വരുമോ എന്ന ചോദ്യം ഇപ്പോൾ നിൽക്കുകയാണ് അവിടെ. ജോസ് കെ മാണി ഇല്ല എന്നൊക്കെ പറയുമ്പോൾ പോലും ഇപ്പോൾ അന്ന് ജോസ് കെ മാണി പറയുന്നുണ്ടായിരുന്നു പാർട്ടിക്കുള്ള തർക്കങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ അത് ജോസ് കെ മാണിക്ക് പറയാം, രാഷ്ട്രീയക്കാരൊക്കെ ഉള്ളതുപോലെ പറയുന്നവരൊന്നും അല്ലോ. വേണേ ജോസ് കെ മാണിക്ക് പറയാം, ഒരു പ്രശ്നമില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തിനാണത് പറഞ്ഞു വെച്ചത് എന്ന കാര്യം മനസ്സിലാവുന്നില്ല.
ഇന്നത്തെ സ്റ്റിയറിംഗ് കമ്മിറ്റി അതുകൊണ്ട് നിർണായകമാണ്. സഭകളുടെ നിലപാട് അവിടെ നിൽക്കുന്നുണ്ട്. തദ്ദേശത്തിൽ ഏറ്റ കനത്ത തിരിച്ചടി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ജോസ് കെ മാണിക്കും സംഘത്തിനും ആലോചിക്കാൻ കുറെ കാര്യങ്ങളുണ്ട്. റോഷി ഇപ്പോൾ പ്രമോദ് നാരായണന്റെ ഏറ്റവും ഇന്നും രാവിലെ വന്ന ഫേസ്ബുക്ക് പോസ്റ്റ് പ്രകാരവും ഇത് നേരത്തെ LDF പുറത്തു നിൽക്കുന്നു തന്നെയാണ് പറയുന്നത്. അപ്പൊ ഒരു ട്രെൻഡ് ആണല്ലോ. അതായത് ഇപ്പൊ നമ്മൾ സോൾട്ട് ആൻഡ് പെപ്പർ സിനിമയിൽ കണ്ടതുപോലെ പോരുന്നു എന്റെ കൂടെ എന്ന് പറയുന്നു, പുള്ളി അരകല്ലും കുഴവിയും ഫോട്ടോയും ഒക്കെ എടുത്തോണ്ട് നേരെ പോകുന്നു. വേറൊരു കൂട്ടര് ഞാനും വരട്ടെ എന്ന് ചോദിച്ചിട്ട് വരുന്നു. അപ്പൊ മൊത്തത്തിലൊരു ട്രെൻഡാണ്. അപ്പൊ നമുക്ക് നോക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.